ഒറ്റ കൽപ്പനയേ ഉള്ളൂ. കൽപ്പന ഇതാണ്: നീ എന്റേതും ഞാൻ നിന്റേതും. നിന്റെ മേൽ അവകാശം വേറെ ആർക്കും ഇല്ല. കിട്ടുന്നുണ്ടോ? പാപത്തിന്, വിഗ്രഹങ്ങൾക്ക്, അന്യദേവന്മാർക്ക്, പിശാചിന്, വ്യഭിചാരത്തിന്, ഏത് തരത്തിലുള്ള പാപത്തിനും ഒന്നിനും നിന്റെ മേൽ അധികാരമില്ല. കാരണം നീ ആരുടേതാണ്? നീ എന്റേതാണ്, ദൈവത്തിൻ്റെതാണ്. അതുകൊണ്ടാണ് ആ കൽപ്പന എങ്ങനെ കിടക്കുക. ഇത് ഒരൊറ്റ കൽപ്പനയുള്ളൂ, ഉടമ്പടി. അത് ഓർത്താൽ മതി. അവർക്കിത് മനസ്സിലാവാത്തതുകൊണ്ടാണ് 10 കൽപ്പനകളിൽ അത് ഡിഫൈൻ ചെയ്ത് കൊടുത്തത്. പിന്നെയും കർത്താവ് എടുത്ത് പറയാം: നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുത്. എനിക്ക് വേണ്ടി മാറ്റിവെച്ച ദിവസം അത് പരിശുദ്ധമായിട്ട് പാലിക്കണം. എന്റെ നാമം, അതായത് നിന്റെ ദൈവമായ എന്റെ നാമം നീ കൃത്യമായി പാലിക്കണം. നിനക്ക് ഞാൻ തന്നിരിക്കുന്നത് എന്റെ സമ്മാനമാണ്. നിന്റെ അപ്പൻ, നിന്റെ അമ്മ ആരുടെ സമ്മാനാണ്? എന്റേതാണ്. എന്റേത് ഞാൻ നിനക്ക് തരികയാണ്. അതുകൊണ്ട് ആ മാതാപിതാക്കളെ ബഹുമാനിക്കണം. നിന്റെ അയൽപ്പക്കത്തുള്ള ആള്, അയാളുടെ വസ്തു, അയാളുടെ ജീവിത പങ്കാളി, അത് ആരുടേതാണ്? എന്റേതാണ്. അയാളെ മോഹിക്കരുത്.